സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി വീണ്ടും ചോദിക്കുകയാണ്, അവകാഇനുൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഇതൊക്കെ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ജനങ്ങൾ മുഴുവനും നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടമുണ്ടാകുമോ? തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടമുണ്ടാകുമോ? ആശങ്കയോടുകൂടി സ്വഹാബത്ത് പങ്കുവെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇതിനേക്കാൾ വലുത് ലോകത്തുണ്ടാകും സ്വഹാബ, ഇതിനേക്കാൾ വലുത് ഈ ലോകത്ത് സംഭവിക്കും സ്വഹാബ. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, വമാ അശദ്ദു മിൻഹു യാ ഹബീബല്ലാഹ്. എന്താണ് നബിയേ ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് സ്വഹാബ? തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം, കള്ളു കുടിക്കുന്നത് തിന്മയല്ല നന്മയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമുദായം കടന്നു വന്നില്ലേ? ലഹരിയുടെ വിഷയത്തിൽ പോലും നിസാരവൽക്കരണം വന്നില്ലയോ? കല്യാണ ആലോചന നടത്താണ്. അപ്പൊ ഹത്തീബിനോട്, മഹല്ലിലെ മുദരിസിനോട്, ഉസ്താദുമാരോട്, നാട്ടിലുള്ള കാരണവന്മാരോടൊക്കെ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് ആലോചിക്കും, ചെക്കനെങ്ങനെയുണ്ട്, അഴീക്കോട് ചെട്ടിയിലാണ്, എങ്ങനെയുണ്ട്, ആളോ എങ്ങനെയുണ്ട്, ഉഷാറാണ്. അപ്പൊ പറയും ചെറുതായിട്ട് അടിക്കും, സാധനം ക്വാർട്ടർ അടിക്കുള്ളൂ ഡെയിലി. അപ്പൊ ഉടനെ അമ്മോശം കാക്ക ആക്കാൻ പോകുന്ന കാക്ക പറയണ, ക്വാർട്ടറാണോ? കുഴപ്പമില്ല, നമ്മളെ ഹാഫ് അടിക്കില്ല, കുഴപ്പമില്ല, നമുക്ക് പറ്റിയ ഒരു തന്നെ കമ്പനി. അത് വലിയ വിഷയമാക്കുന്നില്ല. അങ്ങനെയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുമ്പ് കള്ളു കുടിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. കള്ളു കുടിക്കുക അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു വീട് ഉദ്ഘാടനത്തിന് പോയി, മുകളിലത്തെ നിലയിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഷെൽഫ്. അപ്പൊ ഞാൻ ഒരു കിതാബ് എടുക്കാനുള്ള സ്ഥലം. ഞാൻ പറയും ഇതുള്ള ലൈബ്രറി ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞ ലൈബ്രറി അല്ല സാർ, അതെ ബാർ കൗണ്ടർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അള്ള ഹൈവാൻ വീടിനകത്ത് കള്ള് ഷാപ്പ് തുടങ്ങാൻ പോവാ. ആലോചിച്ചോ, നമ്മുടെ കൗമിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ ഈ പറയുന്നത്. മക്കളുമൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് ജോലിയാണ് അത് ഫ്രീ ആകുമ്പോൾ വരാൻ നമുക്ക് റാഹത്താവും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ. വീട് പണിതിട്ട് വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ബാർ കൗണ്ടർ ഫിറ്റ് ചെയ്യുക. നമ്മുടെ സമുദായത്തിന്റെ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നത്. കാശ് കൂടി കഴിയുമ്പോൾ അഹങ്കാരം. ഹോം തിയേറ്റർ സംവിധാനങ്ങളൊക്കെ വന്നുപോയി വീടിനകത്തലങ്ങളിൽ. വീടിനകത്ത് ലിഫ്റ്റ് 3 നില, എന്നിട്ട് ആ 3-ാം നിലയിലേക്ക് ലിഫ്റ്റ്. ഇപ്പൊ എല്ലാവരും ലിഫ്റ്റിന്റെ പുറകെയാണ്. എല്ലാ സംവിധാനങ്ങളും വന്നു. അതോടൊപ്പം തന്നെ ബാർ കൗണ്ടറുകൾ തുറക്കുക. അത്യാവശ്യം നല്ല വിദേശ മദ്യങ്ങളൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ, കോട്ട് കെട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇടയ്ക്ക് മക്കളും പെണ്ണുമ്പിള്ളയൊക്കെ റാഹത്തായിട്ട് അടിക്കുക. നല്ല റാഹത്തായിട്ട് വീടിന്റെ അകത്തിരുന്നിട്ട് ആലോചിച്ചു. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുപ്പി അന്വേഷിക്കണ്ടേ, ഇത് തന്നെ തലക്കടിച്ചിട്ട് തീർക്കും ചെയ്യാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു തിന്മയല്ല എന്നുള്ളതാണ്. ഒരു കല്യാണത്തിന്റെ സദസ്സിൽ പോയി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞിട്ടില്ലേ, അങ്ങക്ക് ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി ഏതാ? പാർട്ടി സാധനം അടിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി കൊണ്ട് ഉദ്ദേശം. ഇതൊന്നും വലിയ വിഷയമല്ല. ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് അടിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് കള്ളു കുടിക്കുന്നു. എന്നിട്ട് അത് റീൽസ് ചെയ്യാൻ, ആളുകളെ കാണിക്കുക. ഒളിച്ചിരുന്ന് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. നാട്ടുകാരെ കൂടി പ്രചോദനം കൊടുക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബീവറേജിലേക്കൊക്കെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ പോവാ. എന്നിട്ട് പോയി സാധനം പോയി കുപ്പി വാങ്ങിച്ചിട്ട് ബാഗിൽ ഇട്ടുകൊണ്ട് പോകുന്നതാകുന്ന കുട്ടികളുടെ ചിത്രം പരസ്യമായിട്ട് കാണിക്കുക. എന്നിട്ട് അത് വലിയ സംഭവമായിട്ട് ഒരുത്തം പുറകിൽ നിന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നു. എന്നിട്ട് ആ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പെണ്ണുങ്ങൾ തന്നെ. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് വാങ്ങുമ്പോഴത്തേക്കും 60 കഴിഞ്ഞ കാക്ക ഇവിടെ വന്ന് കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ അത് വലിയ സംഭവമായിട്ടാണ്. അയാളുടെ ആ ആക്ഷനും ആ മുഖഭാവവും ഒക്കെ ഒന്നുകൂടി ഷൂട്ട് ചെയ്ത് ഈ കുപ്പിയായിട്ട് ഭയങ്കരമായിട്ട് പോയിട്ട് വരുന്ന അടിക്കുന്നതിന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാണ് യുവാക്കൾ, യുവതികൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് കറക്റ്റ് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പടം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക, പർദ്ദയിട്ടിട്ടതാകുന്ന താത്ത. അപ്പൊ ഇങ്ങനെ അതിന്റെ റിവ്യൂ ചോദിക്കുക, എങ്ങനെയുണ്ട്? എന്റെ മകന്റെ അഭിനയം സൂപ്പറായിരുന്നു, എന്റെ മകൻ ഇത്ര അഭിനയിക്കുന്നു കണ്ടിട്ടില്ല. ഈ വീഡിയോ കണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന വീഡിയോ. എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് പറയാം.
ഒരു മുസ്ലിം താത്ത പർദ്ദയൊക്കെ ഇട്ട് മുഖമക്കനെ ഇട്ടിട്ട് കാര്യമായിട്ട് തിയേറ്ററിൽ പോയി മകന്റെ പടം കണ്ടിട്ട് ഇറങ്ങി വന്നിരിക്കുക. മകൻ അഭിനയിച്ചിട്ടുണ്ട് അത്ര. ഇറങ്ങി വന്നിട്ട് പറയും ഇത്ര അഭിനയിക്കുന്ന കരയുക. നരകം കണ്ടിട്ട് ഇങ്ങനെ കരുതിട്ടില്ല അവര്. മകന്റെ അഭിനയം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് റിവ്യൂ കൊടുക്കുക. പണ്ടാണെങ്കിലോ സിനിമ കാണാൻ പോകുന്നതിന് ഒളിച്ചാ പോവുക. ഇപ്പൊ റിവ്യൂ കൊടുക്കാൻ വേണ്ടി ആറാട്ടണ്ണനെ പോലുള്ളവരെല്ലാവരും നെഞ്ചത്ത് റിവ്യൂ കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും പടം കാണുക. എല്ലാ പടവും കാണുക. സുബൈക്ക് പോയിട്ട് അവ്വൽ വക്കത്ത് മുതൽ ആഖിർ വക്കത്ത് വരെ തിയേറ്റർ അടച്ചിട്ട് കുറ്റിയിട്ടാൽ ഇവൻ പോവില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ പടവും കണ്ടിട്ട് അതിന്റെ റിവ്യൂ കൊടുക്കാൻ വേണ്ടി കുറെ കൗമ്. ആലോചിച്ചോ, അത് പല കോലത്തിലുള്ളത്, പല സൈസ്, ഏത് സൈസ് വേണമെങ്കിലും കടന്ന് തുള്ളലും ബഹളവും അവിടെ ഇതും കാണിക്കും, ഒച്ചപ്പാടും ബഹളവും ക്യാമറയുടെ മുന്നിൽ വരാൻ വേണ്ടി കടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും ഒരു തിന്മയല്ല എന്ന് കാണുന്ന സമുദായമായി ഈ സമുദായം മാറി. അതാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് അങ്ങനെയല്ല. ഒരു സിനിമ കാണുകയാണെങ്കിൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒളിച്ചും പാത്തും കണ്ടിരുന്നവർ ഇന്നത് പരസ്യമായി കാണുന്നു എന്ന് മാത്രമല്ല, തിയേറ്ററിൽ പോയി പരസ്യമായി കാണുന്നു എന്ന് മാത്രമല്ല, ഇറങ്ങി വന്നിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഫോഴ്സ് ചെയ്തിട്ട് പറയാണ് ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ല പടമാണ്, ഫാമിലി എന്റർടൈനർ ആണെന്ന് കുടുംബസമേതം വന്ന് പക്ക ഹാജിയാര് വന്ന് വിളമ്പുന്ന തരത്തിലേക്ക് ഈ സമുദായം അത് പതിച്ചില്ലേ? ആണല്ലേ ചോദ്യം. റമദാൻ മുഴുവൻ നോമ്പ് നോറ്റു, എന്നിട്ട് പെരുന്നാളിന്റെ സുദിനമാകുമ്പോ അതിന്റെ എല്ലാ ആത്മീയതയും നഷ്ടപ്പെടുത്തിയത് സിനിമാ തിയേറ്ററിൽ പോയി പടം കാണുന്ന ആളുകൾ. റമദാൻ വരുവാൻ, അടുത്ത മാസം റജബാൻ. റമദാനിലേക്കുള്ള വെളിയാളം കൂടിയാണ് ഈ സദസ്സ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. റമദാനിന് മുന്നൊരുക്കം കൂടിയാണ് ഈ സദസ്സ്. അല്ലാഹു അത് മുന്നൊരുക്കാൻ നിർവൂറമായി അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. പുണ്യ റമദാൻ അല്ലാഹു നമ്മളിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആ റമദാനിൽ നേടിയെടുത്ത ആത്മീയത മുഴുവനും പെരുന്നാളിന്റെ സുദിനത്തിൽ പോയി തിയേറ്ററിൽ പോയി പടം കണ്ട് തീർത്തുകൊണ്ട് കളയുന്ന കുടുംബങ്ങൾ എത്ര ആളുകളുണ്ട്, എത്ര ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവും, പാപ്പായും ഉമ്മായും മക്കളും ഒരുമിച്ച്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പറഞ്ഞാൽ ഇതൊന്നും വലിയ വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ആലപ്പുഴയിൽ ഈ അടുത്ത കാർ അപകടമുണ്ടായി, കുട്ടികൾ മരണപ്പെട്ടു പോയി. എവിടെയായിരുന്നു ആ കുട്ടികൾ യാത്ര ചെയ്തത്? തിയേറ്ററിലേക്ക് പോവാൻ, സിനിമ കാണാൻ പോവാൻ. അല്ലാഹു മരണപ്പെട്ടു പോയ കുടുംബത്തിനൊക്കെ അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് തിന്മ ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കണം. മുമ്പ് അങ്ങനെയല്ല. നന്മ എല്ലാവരും വലിയ ഉയർത്തിക്കാട്ടിയിരുന്നു. നന്മ ചെയ്യുന്നതിന് വലിയ സംഭവമാണ്. തിന്മ ചെയ്യുന്നത് വളരെ ഒച്ചും പാത്തുമാണ് ചെയ്തിരുന്നത്. കാരണം അത് തെറ്റാണെന്നുള്ളൊരു ബോധമുണ്ട്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം. അതല്ല, അതൊന്നൊരു വിഷയമല്ലാത്തൊരു കാലഘട്ടം എത്തി. അപ്പൊ നബിതങ്ങൾ ആശങ്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ വസിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അവകായിനു ദാലിക യാ റസൂലല്ലാഹ്, നബിയേ ഇതൊക്കെ ഈ സമുദായത്തിലുണ്ടാകുമോ ഹബീബേ? ഈ സമുദായം ഈ രീതിയിൽ അധംപതിക്കുമോ ഹബീബേ? നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതായ അവസ്ഥക്കപ്പുറം നന്മയെ തിന്മയായി കാണുന്ന സമുദായമായി, തിന്മയെ നന്മയായി കാണുന്നതായ സമുദായമായി ഈ സമുദായം മാറുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഇതിനേക്കാൾ വലുത് ഈ ലോകത്ത് ഉണ്ടാകും സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ് വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാ കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. നന്മ കൊണ്ട് കൽപ്പിക്കാതെ, തിന്മ കൊണ്ട് നിങ്ങളോട് നിരോധനം തീർക്കാതെ ഒരു സമുദായം കടന്നു വരുമെന്ന് മാത്രമല്ല, തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുകയും നന്മ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തടയുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നന്മയെ തൊട്ട് തടയുകയാണ്. നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികൾ പൊളിക്കുന്നതായ കാലഘട്ടം വന്നില്ലേ? UP-യിൽ കാണുന്നില്ലേ? ദർശിക്കുന്നില്ലയോ? കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയോ സ്ഥലങ്ങളാണ് ബുൾഡോസർ വെച്ചുകൊണ്ട് UP-യിലെ എത്രയോ പള്ളികളാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന ഇബാദത്തിൽ ധന്യമാക്കിയിരുന്നതായ പള്ളികൾ, ബാങ്ക് മുഴക്കുന്നതായ പള്ളികൾ നിലം പരിശാക്കിയില്ലയോ? ബുൾഡോസർ കൊണ്ടുവന്ന് പരിപൂർണമായി നശിപ്പിച്ചില്ലയോ? നന്മ കൊണ്ട് കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയുകയാണ്. ഇനി നിസ്കാരം ഈ ലോകത്ത് വേണ്ടേ വേണ്ട, നിസ്കരിക്കണ്ട. ഇന്ത്യ രാജ്യത്ത് എത്ര പള്ളികളാണ് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകളാണ് അതിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. എത്രയോ മഖാമുകൾ തന്നെയാണ് കയ്യേറാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അജ്മീർ ദർഗയുൾപ്പെടെ എത്രയോ മഖാമുകൾ കയ്യേറാൻ വേണ്ടി സർവേ വെച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ അതിനെ നിർത്തിവെക്കാൻ വേണ്ടി സുപ്രീം കോടതി ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് ഭാഗത്ത് നിന്ന് നിയമം വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ നിയമം വന്നിരിക്കെ എത്രയോ പള്ളികൾ, മധുരയിലേതാകുന്ന ഷാഹി മസ്ജിദ്, സംഭാലിലെ ഷാഹി മസ്ജിദ് എന്ന് വേണ്ട തുടങ്ങിയിട്ടുള്ള ധാരാളം പള്ളികൾ, ബാബരി മസ്ജിദിന് ശേഷം ഇങ്ങോട്ട് എത്ര പള്ളികളാണ് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ സർവേക്ക് വേണ്ടി പ്രത്യേകമായി ഗവൺമെന്റിനോട്, നിയമത്തിനോട് പ്രത്യേകമായി അവകാശം തേടിയിരിക്കുന്നത്, അവകാശം ഉന്നയിച്ചിരിക്കുക. ഞങ്ങളുടെ ക്ഷേത്രമാണ്, ഞങ്ങളുടേതാകുന്ന വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പള്ളി മെഹ്റാബിൽ കൊണ്ടുവന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ, മതസൗഹാർദ്ദത്തിനും വളരെ മനസൗഹാർദ്ദത്തിനും മതസാഹോദര്യത്തിനും വളരെ നല്ല രീതിയിൽ കേളി കേട്ടതാകുന്ന ഈ നാട്ടിൽ പരിപൂർണമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹു അവരിൽ നിന്ന് നമുക്കും ഈ രാജ്യത്തിനും സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ പള്ളികൾ പോലും നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തടയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന കാലഘട്ടം വരും. കൂട്ടുകാരൊക്കെ കൂടി നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കല്ലേ ഒരു ക്രിസ്മസിന്റെ ദിവസമല്ലേ, ആഘോഷിക്കുക, പറയില്ല വേണ്ട കുടിക്കണം കൊണ്ട്, നീ എന്താ കുടിക്കാത്ത, ഈ മാത്രം എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിയ സൂഫി കുടിക്കാൻ കുടിച്ച് ഇല്ലടാ എനിക്ക് വേണ്ട, ഇച്ചിരി കുടിച്ച് എന്താ കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് കുടിപ്പിക്കുക, കൽപ്പിക്കുകയാണ്. നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ വാക്യം ഇതാണ്. ആ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ അപ്പുറത്തേക്ക് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിലേക്ക് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യാത്ത സമുദായമായി മാറും. ഒന്നാമതാണ് പറഞ്ഞത്. ആ അവസ്ഥ നമ്മൾ കഴിഞ്ഞു, അത് പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. നന്മ കൊണ്ട് കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധനം ഇല്ല. മക്കള് 4 കാലം പറിച്ച് പാതിരാത്രി വന്നാലും നിസ്കരിച്ചോ എന്നൊരു ചോദ്യം ഇന്നത്തെ ഉമ്മമാര് ചോദിച്ചിട്ടില്ല. ചോദിക്കാറുണ്ട്, അപ്പമാര് ചോദിക്കാറുണ്ട്. പഴയ ജനറേഷനിൽ ഈ സദസ്സിലിരിക്കുന്ന 30-40 വയസ്സുള്ളതാകുന്ന ആളുകളുടെ പിതാക്കന്മാരും വാപ്പമാരും ഉമ്മമാരും ഒക്കെ ചോദിച്ചിരുന്ന ചോദ്യം അതാണ്. രാത്രിയിൽ എത്ര വൈകി വന്നാലും, രാത്രി വൈകി വരലില്ല, അഥവാ വൈകി വന്നാൽ പിന്നെ വെളിയിൽ കടന്നാൽ മതി, അകത്തോട്ട് കയറ്റ പ്രവേശനമില്ല, വാതിൽ തുറന്നു കൊടുക്കുന്ന കേസേ ഇല്ല. പഴയ കാലഘട്ടം. ഇന്ന് 12 മണിക്ക് വന്നാൽ കതക് തുറന്നു കൊടുത്തിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്ന പൊന്നുമോന്റെ റൂമിനകത്ത് ഭക്ഷണം വീണ്ടും കൊണ്ടുവന്ന് കൊടുക്കാൻ മെനക്കെടുന്ന ഉമ്മമാരുള്ള കാലഘട്ടം. പണ്ടങ്ങനെയല്ല. ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോ പോയി നിസ്കരിച്ചിട്ട് വാടാ എന്ന് തുറന്നു പറയാൻ മനസ്സുള്ള, പേടിയില്ലാത്ത, ചങ്കുറപ്പുള്ള ഉമ്മമാരും ഉപ്പമാരുമുള്ള കാലഘട്ടമായിരുന്നു പഴയ തലമുറ. അതാണ് ഞാൻ പറഞ്ഞത്, നന്മ കൊണ്ടുള്ള കൽപ്പനയും തിന്മ കൊണ്ടുള്ള വിരോധനവും നേരത്തെ എടുത്തുപോയി. രണ്ടാമത്തെ ഒരവസ്ഥ ശേഷം നേരത്തെ വന്നുപോയി. നന്മ കൊണ്ട് കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധനമില്ലെന്ന് മാത്രമല്ല, തിന്മയെ നന്മയായി കാണുകയും നന്മയെ തിന്മയായി കാണുകയും ചെയ്യുന്ന ഒരു സമുദായം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ നിന്നും ഇപ്പോൾ നമ്മൾ എത്തിയത് തിന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുന്നതാകുന്ന അവസ്ഥ, നന്മ കൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് തടയുന്ന ഒരവസ്ഥ. അതാണ് ഇന്നത്തെ സമുദായം.
ആ അവസ്ഥ വരെ നമ്മൾ എത്തി. ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണത്. ഞാൻ അപ്പുറത്തേക്കൊന്നുമില്ല. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ തലത്തിലേക്ക് നമ്മൾ എത്തിയെന്നർത്ഥം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ ഒരു കാര്യം തീർത്തു പറയട്ടെ. തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ സമയത്ത് ഈമാൻ മുറുകെ പിടിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ 5 വഖത്ത് നിസ്കാരം ചുട്ടവെച്ച് ജീവിച്ചാൽ, ഖുർആൻ ഓതലും ദിക്റിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടിയാൽ, നമ്മുടെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും അല്ലാഹുവിലേക്ക് തിരിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ, വല്ലാഹി സുമ്മ വല്ലാഹി രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സമയമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട സമയം. ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കാലം അത്രമേൽ മൂല്യച്യുതിയുടെ കാലഘട്ടമാണ്. നന്മയില്ല, തിന്മ മാത്രം വേരോട്ടം ഓടുന്ന കാലഘട്ടം. എവിടെ നോക്കിയാലും തിന്മ. മൊബൈൽ ഒന്ന് തുറന്നാൽ തിന്മയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ എന്ത് നോക്കി ഒക്കെ വഴക്കും ബഹളവും. ഈ അടുത്തിങ്ങോട്ട് ഒരു വർഷത്തെ കണക്ക് നിങ്ങൾ നോക്കിയാൽ എത്ര കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ അല്ലാതാകട്ടെ, നമ്മുടെ മഹല്ലത്തുകളിൽ, പരിസരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ ബന്ധുക്കളിൽ എത്ര അടിപിടി കേസുകളാണ്. എത്ര കുടുംബ ബന്ധങ്ങളാണ് ശൈഥില്യത്തിലേക്ക് പോയിട്ടുള്ളത്. എത്ര ആളുകളാണ് കള്ളു കുടിച്ചിട്ട് മോശത്തരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സാലിഹീങ്ങൾ പോലും തിന്മയുടെ വക്താക്കളായി ലഹരിയിലേക്ക് പോയതാകുന്ന കഥയല്ലേ ഈ സമുദായത്തിന് പറയാനുള്ളത്. എത്രയോ ആളുകൾ നമ്മൾ നല്ലവരാണെന്ന് കണക്കാക്കിയിരുന്ന പലരും തിന്മയിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ വിഷയമല്ല അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ. ഈ പ്രകാശം എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോവാം. അത് അണയാതെ കാത്തു സൂക്ഷിച്ച് പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബക്കറ്റ് സദഖ എല്ലാവരും എല്ലാവരും ഇരിക്കുമല്ലോ. ഒരു അരമണിക്കൂർ ഇരിക്കുമല്ലോ. ഇരുന്നോളാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുള്ള അല്ലാഹു സാധൂകരിക്കട്ടെ. നാളെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഹാർട്ട് സംബന്ധമായി ഓപ്പറേഷൻ ചെയ്യുന്ന എൻ്റെ ഇളാച്ച സുലൈമാൻ KV ഒന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. വീരാൻ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നസീബാക്കട്ടെ. എല്ലാ വിഷമസ്ഥിതിയിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓപ്പറേഷൻ അല്ലാഹു വിജയപ്രദമാക്കുമാറാവട്ടെ. അതുപോലെ ആരെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. جود من جاد الوجود وجوده جاد الجوى جمع وفرقا بعد جمع الجمع لرجال جال لا إله إلا الله. ഉറക്കച്ചല് എന്താ പഴയ ഒരു ഒച്ചയില്ലല്ലോ. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തോലെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി ബറക്കത്ത് ചൊരിയണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കള അസൂയ തൊട്ട് കാക്കണേ അല്ലാ. മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നീ നിലനിർത്തണേ അല്ലാ. പാവപ്പെട്ടതാകുന്ന നിർധനരാകുന്ന യുവാക്കൾക്ക് വിവാഹ പ്രായമെത്തി നിൽക്കുന്ന എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഹൈറായ ജീവിത മാർഗത്തിന് വേണ്ടി തുരഞ്ഞിറങ്ങിയതാകുന്ന ചെറുപ്പക്കാരാണ്. മാലിക് ബിൻ ദീനാർ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ 86 മക്കൾക്ക് ജീവിതം കൊടുക്കാൻ അവസരം കിട്ടിയവരാണ്. അല്ലാഹുവേ, അവരെ നീ പ്രത്യേകം കാവലിലാക്കണേ അല്ലാ. നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ സഹായിച്ചിട്ടുള്ള
മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് പ്രത്യേകം ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ 2 പെൺകുട്ടികൾ കൂടി ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി 88 പേരെ വിവാഹം ചെയ്ത പട്ടികയിലേക്ക് അൽഹംദുലില്ലാഹ് കയറുകയാണ്. ഈ സദുത്യമങ്ങൾക്ക് വർഷങ്ങളായി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചിട്ടുള്ള നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, പ്രവാസി സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും വിജയപ്രദമാക്കണേ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ റാഹത്തായിട്ട് സദഖ കൊടുത്തു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. അല്ലാഹു ആഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നന്മയെ ഉപദേശിക്കുന്ന ആളുകൾ കുറഞ്ഞു വന്നു, തിന്മയുടെ വാഹകർ കൂടി വന്ന ഒരു കാലഘട്ടം. ഈ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം നമുക്കുണ്ടാവണം. അതിനെന്ത് വരണം? നന്മ കൊണ്ട് കൽപ്പിക്കണം. നന്മ കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നന്മ നമ്മളിൽ ഉണ്ടാവണം. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. تتلون الكتاب أفلا تعقلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. ജനങ്ങളെ ഉപദേശിക്കുന്ന ഉപദേശകരില്ലേ, വഅദ് പറയുന്ന വാഇദീങ്ങളില്ലേ, നസീഹത്ത് കൊടുക്കുന്ന ഖുതബാക്കളില്ലേ, മാതാപിതാക്കൾ മക്കളോട് ഉപദേശിക്കുന്നവരില്ലേ. അത്തഉമുറൂനന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ കൊണ്ട് ഉപദേശിക്കുകയാണോ? വതൻസൗന അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് നിങ്ങൾ എന്തേ ആ നന്മ മറന്നു പോകുന്നത്? നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളോട് ഉപദേശിക്കുമ്പോ നിന്നില്ല നിസ്കാരം ഉണ്ടാവൽ നിർബന്ധമാ. നിസ്കരിക്കാൻ മക്കളോട് പറയുന്ന വാപ്പാ ഉമ്മ, നിന്നിൽ നിസ്കാരം ഉണ്ടാവൽ നിർബന്ധമാണ്. അതഅമുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന الكتاب أفلا تعقلون. ജനങ്ങളോട് പറയുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, മാതാപിതാക്കളെ മക്കളോട് ഉപദേശം കൊടുക്കുമ്പോ നിങ്ങളിൽ ആ നന്മ ഉണ്ടാവൽ നിർബന്ധമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. കള്ള് കുടിക്കരുത് എന്ന് വാപ്പ മകനോട് പറയുമ്പോ വാപ്പയിൽ ലഹരിയുടെ ജീവിതം ഉണ്ടാവരുതേ. കള്ള് കുടിക്കാത്തവനാകണം, സിഗരറ്റ് വലിക്കാത്തവനാകണം, ബീഡി വലിക്കാത്തവനാകണം, മോശപ്പെട്ട ജീവിതം നയിക്കാത്തവനാകണേ. വ്യഭിചരിക്കരുത് എന്ന് തന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഉപദേശിക്കുമ്പോ വ്യഭിചാരത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തതായ വ്യക്തിയാവണേ. ഇല്ലെങ്കിൽ ആ ഉപദേശം ബലവത്തല്ല. അതഅമുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും, സ്വന്തം ശരീരത്തോടുള്ള കടമകളും കടപ്പാടുകളും മറന്ന് സമൂഹത്തെ ഉപദേശിക്കുന്നതായ വ്യക്തിയാണോ? പാടില്ല. നമ്മളിലാണ് ആദ്യം നന്മ വരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഫുള്ള് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക, കുറ്റിവീടി വലിച്ച് വീട്ടിന്റെ ഉമ്മറത്തെല്ലാം ഇട്ടിട്ട് കൂട്ടുകാർ പറഞ്ഞു ആ വലിക്കും. വാപ്പ വലിക്കുന്ന അത്രയും വലിച്ചിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ വലിയോടെ വലിയ അപ്പായുടെ ആരോണ്ട് പറഞ്ഞു വലിയ ആകണമെങ്കിൽ വലിക്കണോന്ന് പറഞ്ഞു. വലിച്ചു വലിയ ആകണേ, അത് വേറെ വലിയ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഇതാണ് മനസ്സിലാക്കി കാര്യമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം തീരാറായി. അല്ലാഹു ആഫിയത്ത് തരട്ടെ. മെലിഞ്ഞുണങ്ങി എന്താ കാര്യം? ഇത് വലിച്ച് രക്തം കട്ടയായിട്ടിരിക്കുക.
കൂമ്പ് വാടുക എന്ന് പറയാം. ആ കോലത്തിലെപ്പോ ഇരിക്കുന്ന ആരോഗ്യമൊക്കെ പോയി. അള്ളാഹു ആഫിയത്ത് തരട്ടെ. കേട്ട് വലിച്ചില്ലേ വലിയ വിഷയം. ചിലർ പറയുന്നത് മനസ്സിനൊരു സുഖം ടെൻഷൻ പോകാന്നല്ലേ. എവിടെ പോയി ടെൻഷൻ എന്നിട്ട് ഇതുവരെ മാറിയില്ലേ? കുറെ നാളായല്ലോ വലിക്കാൻ തുടങ്ങിയിട്ട്. 40 കൊല്ലമായിട്ട് വലിക്കുക. ടെൻഷൻ മാറാൻ വേണ്ടി വലി തുടങ്ങിയതാ. ഇപ്പൊ ഈ ടെൻഷൻ മാറാൻ വേണ്ടി വീണ്ടും വലിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 2 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ സംഭവം ഇപ്പൊ ഇതിങ്ങനെ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ എന്തായി? ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഈ സിഗരറ്റുകൾ, ഇലക്ട്രിക് സിഗരറ്റുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന നഗരമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയില്ലേ? ഇലക്ട്രിക് സിഗരറ്റുകൾ, ഈ സിഗരറ്റ് എന്നാണ് അതിന് പറയുക. ഗവൺമെന്റ് നിരോധിച്ചതാ. നമ്മുടെ രാജ്യത്ത് അത് പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഉപയോഗിക്കുന്നതും യുവാക്കളാണ്, യുവതികളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും ഒക്കെ പഠിക്കുന്നവൻ സിഗരറ്റ് വലിച്ച് ശീലിച്ചു, ലഹരി ഉപയോഗിച്ചു തുടങ്ങി. 8ാം ക്ലാസ്സിലെത്തുമ്പോൾ MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കുന്ന മക്കളായി പുതിയ തലമുറ മാറി. നന്മയില്ല, തിന്മയുടെ വക്താക്കളായി മാറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവൻ ലകും ഫഹദറൂഹും. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുള്ളതായ സത്യവിശ്വാസികളെ പഠിക്കണേ. ഇന്ന മിൻ അസ്വാജികും, നിങ്ങളുടെ ഇണകളിൽ ചിലരുണ്ട് കേട്ടോ. വ ഔലാദികും, നിങ്ങളുടെ മക്കളിലുമുണ്ട്. അദുവൻ ലകും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ഭർത്താക്കന്മാരിലും, ഇണകളെന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെട്ടു. നിങ്ങളുടെ ഭാര്യയും ഭർത്താവിലും നിങ്ങളുടേതാകുന്ന മക്കളിലും ചിലർ നിങ്ങളുടെ ശത്രുക്കളാകാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഇന്ന മിൻ അസ്വാജികും. ചില ആളുകൾ, എല്ലാവരും ഇല്ല, തബഈലിന്റെ മാനേക്കാണ്. നിങ്ങളുടെ മക്കളിൽ എല്ലാവരും ഉണ്ടാവൂല. ആരെങ്കിലും ഒരുത്തം മതിയല്ലോ ബാക്കിയുള്ളവരും കൂടെ പറയിപ്പിക്കാൻ. ഭർത്താവ് മോശമായ മതി, കുടുംബം പോയി. ഭാര്യ മോശമായ പോയി, വീട്ടിലെ സമാധാനം മുഴുവൻ പോയി. ആകെ സമാധാനം കിട്ടുന്ന വീടിന്റെ വിളക്ക് മാടമാണ് ആര്? ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഏറ്റവും സാലിഹത്തായ പെണ്ണിൻ്റെതായ ലക്ഷ്യം എന്തെന്നറിയുമോ? ഒരു സാലിഹത്തായ പെണ്ണിൻ്റെതാകുന്ന ലക്ഷണം ഏതെന്നറിയുമോ? ഇദാ നളറത ഇലൈഹാ, നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിന്നെ അവൾ സന്തോഷിപ്പിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ വീട് റാഹത്ത. അപ്പൊ അങ്ങനെയാണോ ഉള്ളത്? മറ നല്ലോലും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് തലമുക്കി പറഞ്ഞു. എന്താ പെണ്ണുങ്ങൾ കാണുന്നില്ല, കണ്ടാലേ തലക്കടിക്കുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഉണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? ഏകദേശം തീരുമാനമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷെ അത് വാതു സുബൈ വരെ പറഞ്ഞോളാനാ പറയുന്നത്. കാരണം എന്താ, വീട്ടിലോട്ട് പോയാൽ അതിന്റെ മോന്ത കാണണ്ടോ? സമാധാനമൊക്കെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണേ പോയി. അതേ സമയത്ത് നല്ല ഇണക്കുരുവുകളെ പോലെ എവിടെ പോയാലും ഒരുമിച്ച്. മാഷാ അല്ലാഹ്, നമ്മുടെ വീരാൻ സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ അവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഏത് യാത്രയിലും ഒരുമിച്ച്. പലസ്തീനും ജോർദാനും ഇസ്രായേലും തുർക്കി എവിടെ പോയാലും, ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും ഒരുമിച്ചല്ലാതെ ഒരു യാത്രയില്ല. അങ്ങനെ നല്ല റാഹത്തായിട്ട് ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മോമിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ബന്ധവും അല്ലാഹു ദൃഢമാക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു ചേർക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മള് ഭാര്യ അൽഹംദുലില്ലാഹ് ദുനിയാവിൽ കിട്ടി, ഇനി ആഖിറത്തിൽ ഇതിനെ വേണോന്ന് പറഞ്ഞാലോ? സാധാ വീടും പറമ്പും മൊത്തം തന്നേക്കാം തീരിന്. അല്ലാഹു കാത്ത് സ്വർഗത്തിൽ അതിനെ തരല്ലേ എന്ന് പറയുന്ന അവസ്ഥാവിശേഷമാണെങ്കിൽ പോയി. ഇതുപോലെ തന്നെ ഭാര്യയോട് പറഞ്ഞാലും അങ്ങനെ തന്നെ. അവളും പറയാണ്, എന്റെ പൊന്നുസാദെ കാതിലും കവിത്തിലും കിടക്കുന്ന മുഴുവൻ മാലിക് ബിൻ ട്രസ്റ്റിന് വേണ്ടി കൊടുത്തേക്കാം. അങ്ങേരെ
ഇനി അങ്ങോട്ടേക്ക് തരരുത്. ഇവിടെ സമാധാനം പോയി, ഒരു വിധത്തിൽ 50-60 വയസ്സ് കഴിയാൻ കാത്തിരിക്കാൻ, ഇനി അവിടെ എനിക്കൊരു സമാധാനക്കേട് തരരുത് എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ എല്ലാം പോയി. കാരണം വീട്ടിൽ വന്ന് കള്ളു കുടിച്ചിട്ട് ബഹളാൻ ഒച്ചപ്പാട് ബഹളാൻ, വീട്ടിലൊരു സമാധാനം ഇല്ല. എല്ലാ ദിവസവും ഈ രീതി അങ്ങനെ പോകുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഒരു സമാധാനമില്ല, സന്തോഷമില്ലാതെ ധൈര്യം അടിയും പിടിയുമാണ്, വഴക്ക് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി എന്ന് നമ്മൾ നന്നാകും സഹോദരങ്ങളെ? ഇനി എന്ന് ഈ വാഴൊക്കെ കേട്ടിട്ട് ഇനി എന്നാണ് ജീവിതം തുടങ്ങുന്നത്? വയസ്സ് 30, 40, 50 ഒക്കെ എത്തിയില്ലേ? ഇപ്പോഴും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ വിശേഷമാണെങ്കിൽ ഇനി എന്നാണ് ഇനി സമാധാനം കിട്ടുക? ചിലർക്ക് മക്കളെ കൊണ്ട് സമാധാനം ഇല്ല, ചിലർക്ക് മക്കളില്ലാത്തതിന്റെ സമാധാനക്കേട്, ചിലർക്ക് മക്കൾ ഉണ്ടായിട്ട് അവൻ പിഴച്ചു പോയതിന്റെ പ്രശ്നം. ഇതൊക്കെ ഉണ്ട് സമുദായത്തിൽ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ നിങ്ങൾ മനസ്സിലായിക്കോ, മക്കൾ ഉണ്ടായിട്ട് അവനിലൂടെ ഉണ്ടാകുന്ന നാശത്തേക്കാൾ ഇല്ലാതിരിക്കാനാണ് ഹൈർ. കാരണം അധിക മക്കളും ഇന്ന് പിഴച്ചു പോകുന്ന ഒരു യുഗമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ എത്രയോ രക്ഷിതാക്കൾ പ്രശ്നത്തിലാണ്, എത്രയോ കുടുംബങ്ങൾ പ്രശ്നമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടല്ലേ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൽ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ശത്രുക്കളുണ്ട് കേട്ടോ. ഫഹദറൂഹും, അവരെ ശ്രദ്ധിക്കണേ. അവരെ നല്ലതുപോലെ ജാഗ്രത വെച്ച് പുലർത്തണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഖുർആൻ പറയാൻ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ്, ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യ, എല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോഴും മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അവരെത്ര മണിക്ക് സ്കൂളിൽ പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, എത്ര മണിക്ക് മദ്രസയുണ്ട്, എത്ര മണിക്കാണ് വിടുന്നത്. പണ്ട് 5 മിനിറ്റ് വൈകിയ ഉമ്മക്ക് ടെൻഷനാ. പാപ്പായ വേഗം ഫോൺ വിളിക്കും, എന്താ എന്താ എന്താ, അല്ല അവൾ ഇതുവരെ വന്നില്ല, മോള് വന്നില്ല. എത്ര മണിക്കാ സാധാരണ വരില്ല? 4:30 എത്തും. ഇപ്പൊ എത്രയും സമയം? ഇപ്പൊ 4:35. 5 മിനിറ്റ് വൈകിയതോളൂ, അപ്പോഴേ ടെൻഷനായി. ഇന്ന് 50 മിനിറ്റ് അല്ല, 2 മണിക്കൂർ വൈകിയാലും ഒരു വിഷയം. അവസാനം മഗ്‌രിബൊക്കെ ആയി ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ വേണം ഇവിടെ നിന്ന് വിളിക്കും. എവിടെയാ? ഞാനിവിടെ ഉണ്ട്, പാർക്കിലുണ്ട് മച്ചിയാ. പാർക്കിലുണ്ടാ? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു വാപ്പായോട്, അവൾ പാർക്കിലുണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. പാർക്കിൽ തന്നെ ഉണ്ടല്ലേ, ഒരു കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.